എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഈ അലർജി ഇങ്ങനെ കൂടുന്നത്? ക്ലിനിക്കിൽ വരുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. മഴ പെയ്യുമ്പോൾ അന്തരീക്ഷം ശുദ്ധമാകും എന്നാണ് നമ്മൾ കരുതുക. എന്നാൽ കേരളത്തിലെ മഴക്കാലത്തിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം, അതായത് ഹ്യൂമിഡിറ്റി, അത് വളരെയധികം കൂടുതലായിരിക്കും. അലർജിക്ക് കാരണമാകുന്ന ഡസ്റ്റ് മൈറ്റുകളും ഫംഗസും വളരാനുള്ള ഏറ്റവും മികച്ച സാഹചര്യമാണ് ഈ ഒരുങ്ങുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന തലയിണകൾ, കിടക്കകൾ, കർട്ടൻ, സോഫ ഇവയിലൊക്കെ ഈർപ്പം തങ്ങി നിൽക്കുകയും അവ ഇത്തരം അലർജനുകളുടെ താവളങ്ങളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മഴക്കാലത്ത് പലർക്കും നിർത്താതെയുള്ള തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള അലർജി, ചുമ, കണ്ണു ചോർച്ചിൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്നിവയ്ക്ക് അനുഭവപ്പെടാം. ഇതിലെ മറ്റൊരു വില്ലൻ പൂപ്പൽ അഥവാ മോൾഡ് ആണ്. നനഞ്ഞ ചുവരുകൾ, വീടിനുള്ളിൽ ഉണക്കാനിടുന്ന തുണികൾ, വെളിച്ചം കടക്കാത്ത മുറികൾ, ഇവിടെ നിന്നെല്ലാം പൂപ്പലിന്റെ അംശം വായുവിലേക്ക് കലരും. ഇത് ശ്വസിക്കുമ്പോൾ അലർജി പെട്ടെന്ന് വർദ്ധിക്കും. മഴക്കാലത്ത് നമ്മൾ കൂടുതൽ സമയവും വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം ഇരട്ടിയാവുകയും ചെയ്യും. ഇതൊരു സാധാരണ ജലദോഷമാകുമെന്ന് കരുതി പലരും ഇതിനെ തള്ളിക്കളയാറുണ്ട്. എന്നാൽ രാവിലെയോ രാത്രിയോ ഇത്തരം ബുദ്ധിമുട്ടുകൾ സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ അത് അലർജി ആകാനാണ് സാധ്യത. അപ്പൊ മഴക്കാലത്ത് അലർജി ഒഴിവാക്കാനായി എന്തൊക്കെ ശ്രദ്ധിക്കണം? മുറികളിൽ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക. വീടിനുള്ളിൽ ഈർപ്പം തങ്ങി നിൽക്കാതെ നോക്കുക. വെയിൽ കിട്ടുന്ന സമയങ്ങളിൽ തലയിണയും കിടക്കയും ഒക്കെ വെയിലത്ത് വെച്ച് ഉണക്കുക. ബെഡ്ഷീറ്റുകൾ ആഴ്ചയിൽ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ കഴുകുക. കിടപ്പ് മുറിയിൽ നനഞ്ഞ തുണികൾ ഉണക്കാൻ ഇടാതിരിക്കുക. ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. ചികിത്സിക്കാത്ത അലർജി നിങ്ങളുടെ ഉറക്കത്തെയും സൈനസിനെയും ഒക്കെ ബാധിക്കാം. ഒപ്പം ആസ്മ പോലുള്ള വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുകയും ചെയ്യും. കേരളത്തിലെ മഴക്കാലം വളരെ മനോഹരമാണ്. പക്ഷെ ആ ഈർപ്പം വീടിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്.